പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഡോക്ടർ എം.ആർ. തമ്പാനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷൻ ശ്രീ എം.എം. ഹസൻ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ വ്യാപൃതനായ ഡോക്ടർ സബ്ദുള്ള, ശ്രീ നജീബ്, ഇന്നത്തെ താരമായ നൈന മുഹമ്മദ്, ശ്രീ സക്കീർ ഹുസൈൻ, ബഹുമാന്യ സുഹൃത്തുക്കളെ, ഒരു സൃഷ്ടിയെ അറിയണമെങ്കിൽ ആദ്യം അതിൻ്റെ സംസ്ഥാനം കൂടി അറിഞ്ഞിരിക്കണം. നൈന മുഹമ്മദ് 60കളിൽ പെരുമാതുറയിൽ നാടകങ്ങൾ തയ്യാറാക്കിയും നാടകങ്ങളിൽ അഭിനയിച്ചും നാടകങ്ങൾ അവതരിപ്പിച്ചും നാടക ഗാനങ്ങൾ രചിച്ചും കഴിഞ്ഞ ഒരു കലാകാരനാണ്. പക്ഷെ അദ്ദേഹത്തിന് അന്നേ പരക്കെ വായനയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം 35 വർഷം പ്രവാസിയായിരുന്നു. അവിടെയും അദ്ദേഹം നാടകങ്ങൾ രചിച്ചു. പക്ഷേ അതിനതീതമായി അദ്ദേഹത്തിനൊരു ഗുണമുണ്ട്, നമുക്കൊന്നുമില്ലാത്തൊരു ഗുണം. മനനം ചെയ്യുക, ചിന്തിക്കുക എന്നുള്ളത്. അഴീക്കോട് മാഷ് എവിടെ പ്രസംഗിച്ചാലും പറയുന്ന കാര്യമാണ്. മനനം ചെയ്യണം, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ആരാകണം, നാളെ ഈ ലോകം എന്താകണം, സമൂഹം എന്താകണം, ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. ജീവികളിൽ മനുഷ്യന് മാത്രമുള്ള ഒരു കഴിവാണ് ചിന്തിക്കാനുള്ളത്. പക്ഷെ ആരും അത് വിനിയോഗിക്കുന്നില്ല. ഇവിടെ നൈന മുഹമ്മദ് അത് വിനിയോഗിച്ചതിൻ്റെ ഫലമാണ് 6 ഗ്രന്ഥങ്ങളുടെ പ്രസിദ്ധീകരണം. ഉപനിഷത്തിൽ പറയുന്നുണ്ട്, ചിന്തിക്കാത്ത മനുഷ്യൻ അവൻ അമേദ്യത്തിലെ കീടങ്ങളാണ്, പുഴുക്കളാണ്, അതുപോലെ നികൃഷ്ടമാണ്. നമ്മളൊരിക്കലും അങ്ങനെ ആകരുത്. നമ്മളെക്കുറിച്ച്, നമ്മുടെ സമൂഹത്തെക്കുറിച്ച്, നമ്മുടെ അച്ഛനമ്മമാരുടെ സ്വപ്നങ്ങളെക്കുറിച്ചെല്ലാം ചിന്തിക്കണം. ആ ചിന്തയുടെ മനനത്തിൻ്റെ ഫലമാണ് ഈ ഇത്രയും പുസ്തകങ്ങൾ. നമ്മളൊക്കെ പലരും പുസ്തകങ്ങൾ വായിക്കും, അന്നേരം അത് ഉപേക്ഷിക്കും. ഇദ്ദേഹം അതല്ല, നോട്ടെടുത്ത് അത് ചിന്തിച്ചു. പക്ഷെ അതിൻ്റെ എല്ലാം സൃഷ്ടികർമ്മം നടന്നത് പ്രവാസി ജീവിതം കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴാണ്. ഇവിടെ സക്കീർ പറഞ്ഞതുപോലെ 2011 അദ്ദേഹം കുറച്ച് ലേഖനങ്ങൾ എന്നെ തന്നു, വളരെ നല്ല ലേഖനങ്ങളാണ്. അപ്പം അത് പ്രിയദർശിനി പ്രസിദ്ധീകരിച്ചു. ആദ്യ പുസ്തകം ഭരിക്കപ്പെടാത്ത ദാരിദ്ര്യമായിരുന്നു. അത് കഴിഞ്ഞ് മതാന്തത തകർക്കുന്ന ജനാധിപത്യത്തെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ നല്ല ഉൾക്കാഴ്ചയോടുകൂടിയുള്ള പുസ്തകങ്ങളാണ്. അതിനുശേഷം ഇന്നിപ്പം 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ്. ഒന്ന് പ്രപഞ്ചവും സൃഷ്ടിയും. പ്രപഞ്ചത്തെക്കുറിച്ച് നിരവധി പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്, പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച്. മറ്റൊന്ന് കാലാന്തരം എന്നൊരു നാടകമാണ്. ആദ്യം പ്രപഞ്ചവും സൃഷ്ടിയും എന്ന കൃതിയിലേക്ക് കിടക്കാം. ഈ കൃതിയുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ബിഗ് ബാങ്ങിനെ, പ്രപഞ്ചമുണ്ടായ ബിഗ് ബാങ്ങിനെ കുറിച്ച്, പ്രണവ മന്ത്രത്തെക്കുറിച്ച്, ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച്, ശാസ്ത്ര രംഗത്ത് പരിണാമവുമായി പ്രപഞ്ച സൃഷ്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ ശാസ്ത്രവും ഇതിൽ അദ്ദേഹം പ്രതിപാദിക്കും. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ശാസ്ത്രവും ആത്മീയതയും രണ്ടല്ല, ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള പഠനമാണ് ശാസ്ത്രം. പ്രപഞ്ചത്തിന് നിദാനമായ ഒരു ശക്തിയുണ്ട്, അള്ളാവെന്നും കർത്താവെന്നും കൃഷ്ണനെന്നും ഒക്കെ പല പേരിൽ വിളിക്കുന്ന ആ ശക്തിയെക്കുറിച്ചുള്ള പഠനമാണ് ആത്മീയത. അത് രണ്ടും ഇദ്ദേഹം ഈ കൃതിയിൽ നടത്തിയതിന് ശേഷം ഒരു കണ്ടെത്തൽ അദ്ദേഹം നടത്തിയിരിക്കുന്നു. ഈ പ്രപഞ്ചമുണ്ടായത് ശാസ്ത്രത്തിൻ്റെ ഫലമായിട്ടല്ല, ദൈവം സൃഷ്ടിച്ചതാണ് എന്നതാണ് ഇതിൻ്റെ സത്ത, ഇതിൻ്റെ കൺക്ലൂഷൻ. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കുക, ഈ പുസ്തകത്തിലില്ലാത്ത ഒരു കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ആരാണ് ദൈവം? ദൈവത്തിനെ ആരാണ് സൃഷ്ടിച്ചത്? അതിന് ഉത്തരം പറയുന്ന ഒരു കഥയുണ്ട്. ഞാൻ അവതാരികയിൽ അത് എഴുതിയിട്ടുണ്ട്. ഫ്രെഡറിക് ബ്രൗൺ എഴുതിയിട്ടുള്ള ഒരു പ്രശസ്തമായ ഒരു കഥ, ആൻസർ. അത് വളരെ ചുരുക്കി ഞാൻ അതിൻ്റെ ശ്രദ്ധ പറയാം. ഫ്രെഡറിക് ബ്രൗൺ വിഭാവന ചെയ്യാറുണ്ട് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ലോകത്തെക്കുറിച്ച്. 1 ട്രില്യൺ ഗ്രഹങ്ങളിൽ മനുഷ്യവാസമുണ്ട്. നിലാവുള്ള രാത്രികളിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കാറുണ്ട്. നക്ഷത്രങ്ങളെ ഇതിനെയെല്ലാം നോക്കി ഇതെവിടെ ഉണ്ടായി, എങ്ങനെ ഉണ്ടായി, എന്താണ് ഇതിൻ്റെ അന്ത്യം എന്നെല്ലാം ഒരു പിടിയുമില്ലാത്ത ചിന്തയിലേക്ക്. അപ്പം ഇതെങ്ങനെ പ്രപഞ്ചമുണ്ടായിട്ട് ദൈവം സൃഷ്ടിച്ചതാണെന്നാണ് ഇതിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായി ഈ പുസ്തകത്തിൽ ഇല്ലാത്ത ഒരു കഥ പറയട്ടെ, ഫ്രെഡറിക് ബ്രൗണിൻ്റെ ആൻസർ.
1 ട്രില്യൺ, അതായത് 1,00,000 കോടി ഗ്രഹങ്ങളിൽ മനുഷ്യവാസമുണ്ടെന്നാണ് അദ്ദേഹം വിഭാവന ചെയ്യുന്നത്. ആ 1,00,000 കോടി ഗ്രഹങ്ങളിൽ ഒരു മാസ്റ്റർ കമ്പ്യൂട്ടർ ഓരോ ഗ്രഹങ്ങളിലും വയ്ക്കുന്നു. അവിടെയുള്ള വിജ്ഞാനം, സർഗാത്മക സാഹിത്യവും വൈജ്ഞാനിക സാഹിത്യവും ടെക്നോളജിയും എല്ലാം ഈ മാസ്റ്റർ കമ്പ്യൂട്ടറിലേക്ക് കയറ്റാൻ പറയും. അപ്പോൾ ഇവരുടെ പ്രതിനിധികൾ ചേർന്നൊരു പ്രസിഡന്റിനെ അവർക്ക് തിരഞ്ഞെടുക്കുന്നു. ഈ പ്രസിഡന്റിൻ്റെ ഉത്തരവാണ് മാസ്റ്റർ കമ്പ്യൂട്ടർ ഇതെല്ലാം കളക്ട് ചെയ്യാനായിട്ട്. ഇത് കഴിഞ്ഞിട്ട് ലോക പാർലമെൻറ്റ് കൂടുന്നു, ഗ്രഹങ്ങളുടെ പാർലമെൻറ്റ്. നമുക്കറിയാം 154 പേരുള്ള നമ്മുടെ അസംബ്ലിയുടെ വലിപ്പം. അപ്പോൾ 1,00,000 കോടി ആളുകൾ ഇരിക്കുന്ന പാർലമെൻറ്റിൻ്റെ വലിപ്പം എന്തായിരിക്കുമെന്ന് നമ്മൾ സങ്കല്പിക്കുക. അവിടെ ഈ പ്രതിനിധികളെല്ലാം കൂടി. അപ്പോൾ അവിടെ മറ്റൊരു കമ്പ്യൂട്ടർ കൂടി വെച്ചു, ഏറ്റവും വലുതായിട്ട് ഈ മാസ്റ്റർ കമ്പ്യൂട്ടറിലെ എല്ലാ വിവരങ്ങളും മെഗാ കമ്പ്യൂട്ടറും കൂടെ വെച്ചു. എന്നിട്ട് ഈ പ്രസിഡന്റ് ഉത്തരവിടുകയാണ്, എല്ലാ ഗ്രഹങ്ങളിലെയും വിവരങ്ങൾ ഇതിനകത്ത് ശേഖരിക്കുക, പ്രപഞ്ച കമ്പ്യൂട്ടറിൽ ശേഖരിക്കുക. 1 സെക്കൻഡ് കൊണ്ട് എല്ലാം ശേഖരിച്ചു. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഫ്രെഡറിക് ലോറൽ ചോദിക്കുന്നു, ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോകുന്നു. മനുഷ്യനുണ്ടായ കാലം മുതലുള്ള ചോദ്യം, ഇന്നിതുവരെ ഉത്തരം കണ്ടിട്ടില്ലാത്ത ഒരു ചോദ്യം. അതിന് കമ്പ്യൂട്ടർ ഉത്തരം പറയണം, സ്പെസിഫിക്കായി ഉത്തരം പറയണം, യെസ് ഓർ നോ. 1,00,000 കോടി ആളുകളെ പെൻ ഡ്രോപ്പ് സൈലൻസിലിരിക്കുകയാണ്. മനുഷ്യനുണ്ടായ കാലം മുതൽ ചോദിക്കുന്ന ഈ ചോദ്യം എന്താ? ഇതുവരെ വ്യക്തമായ ഉത്തരം കിട്ടാത്ത ഈ ചോദ്യം ഏതാ? പ്രസിഡന്റ് ചോദിച്ചു, ദൈവമുണ്ടോ ഇല്ലയോ? ഐ വാണ്ട് യെസ് ഓർ നോ ആൻസർ. കമ്പ്യൂട്ടർ ഉടൻ ഉത്തരം പറഞ്ഞു, ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രപഞ്ചത്തിലെ അറിവുകളെല്ലാം, വിജ്ഞാനമെല്ലാം ഒരിടത്ത് കേന്ദ്രീകരിച്ചത് അപ്പോഴാണ്. അപ്പം ദൈവം എന്ന് പറയുന്നത് വിജ്ഞാനമാണ്, അറിവാണ്. അതിൻ്റെ ഉപാസകനാണ് നമ്മുടെ നൈനാർ മുഹമ്മദ്. ഏതാണ്ട് ഇതേ തത്വം തന്നെയാണ് നമ്മുടെ വേദോപനിഷത്തിൻ്റെ സാരാംശം ഒറ്റവാക്യത്തിൽ മഹാമുനിമാർ എഴുതിയിട്ടുള്ളത്. പ്രജ്ഞാനം ബ്രഹ്മ, അറിവാണ് ദൈവം എന്നുള്ളത്. അപ്പം ഇത് സൃഷ്ടിച്ച ദൈവമാണെന്നും ആ ദൈവം ആരെന്നും ഉള്ളത് കടന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹം മറ്റൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്ന ഈ പുസ്തകത്തിലാണ്. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിൽ പ്രാണനുണ്ടായത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല, അതൊരു സത്യമാണ്. പക്ഷെ അത് അദ്ദേഹം കണ്ടെത്തിക്കും. അതിന് നൈനാർ മുഹമ്മദിനൊരു ഉത്തരം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഈ പുസ്തകത്തിൽ ഇല്ലാത്തയാണ്. ഋഗ്വേദത്തിൽ പ്രാണനുണ്ടായതിനെ കുറിച്ച് പറയുന്നു. അന്ന് ഇരുട്ടായിരുന്നു, ലോകം മുഴുക്ക ഇരുട്ടായിരുന്നു, അന്ധകാരത്തിൽ ആണ്ട് കിടക്കുന്നതിന്. അന്ന് ജനനമില്ല, മരണമില്ല, മനുഷ്യരില്ല, ഒന്നുമില്ല. ആ കൂരുകെട്ടിൻ്റെ ഏതോ ഒരു മൂലയിൽ നിന്ന് ഒരു ശ്വാസോച്ഛ്വാസത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. ആദ്യ പ്രാണനുണ്ടായത് അങ്ങനെയാണ് എന്ന് നമ്മൾ ഋഗ്വേദം പറയുന്നു. അത് തന്നെയാണ് ശാസ്ത്രവും മറ്റൊരു രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അദ്ദേഹം മറ്റ് ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്, സാധാരണ ആരും ചെയ്യാത്തതാണ്. ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചമെങ്കിൽ കോടാനുകോടി വർഷങ്ങൾക്ക് മുന്നോട്ട് നമ്മൾ നടന്നാൽ ഈ പ്രപഞ്ചം ഒരു ബിന്ദുവല്ലേ എന്ന് നയനാർ ചോദിക്കുന്നു. ഇത് മൗലികമായ ചിന്തയിൽ നിന്ന് മാത്രം ഉടലെടുക്കുന്ന ഒരു ചോദ്യമാണ്. പ്രപഞ്ചത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചും അറിയാവുന്ന വിവരങ്ങൾ എഴുതിയിരിക്കുക മാത്രമല്ല, പുതിയ കണ്ടെത്തലുകൾ നടത്തി അദ്ദേഹം ഇതിനെ ചോദിച്ചിരിക്കുന്നു. പിന്നെ അദ്ദേഹം എഴുതിയിരിക്കുന്ന സിദ്ധാന്തത്തെ ഒന്നുകൂടി ബന്ധിപ്പിക്കാമായിരുന്നു. അദ്ദേഹം പ്രണവമന്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ബിഗ് ബാങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, പ്രപഞ്ചമന്ത്രത്തെ. അതിലൂടെ ശാസ്ത്രവും ആത്മീയതയും ഒന്നാണ് എന്നുകൂടി അദ്ദേഹത്തിന് സ്ഥാപിക്കാമായിരുന്നു. പ്രണവമന്ത്രത്തിൽ അത് കൽപ്പാന്തകാലത്തോളം മുഴങ്ങിയിരുന്നു, ആ ശബ്ദം, ആ മന്ത്രം മുഴങ്ങിയിരുന്നെന്നാണ് പറയുന്നത്. അതിൽ 3 ശബ്ദങ്ങളുണ്ട്. ആ ആ 3 ശബ്ദങ്ങൾ 3 ശക്തികളെ സൃഷ്ടി, സ്ഥിതി, സംഹാരത്തെ പ്രതികരിക്കുന്നതാണ്. ഇത് 3 കൂടി ചേരുമ്പോഴാണ് പരമേശ്വരനും പരാശക്തിയും പരബ്രഹ്മവും ഒക്കെ ആകുന്നത്. ഈ പരബ്രഹ്മത്തിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉണ്ടായിട്ടുള്ളത്. ബിഗ് ബാങ്ങിലും പറയുന്നത് ഇത് തന്നെയാണ്. അന്നൊരു മഹാവിസ്ഫോടനം ഇവിടെ നടക്കുകയുണ്ടായി. പ്രപഞ്ചം മുഴുക്ക പൊടിപടലം കൊണ്ട് നിറഞ്ഞു. ആ പൊടിപടലത്തെ ശാസ്ത്രജ്ഞൻ 3ആയി വിഭജിച്ചു: പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ.
അതിൻ്റെ മൂന്നിൻ്റെ സംയോജനത്തിലൂടെ, ആകർഷണത്തിലൂടെ, വികർഷണത്തിലൂടെയാണ് ആറ്റം ഉണ്ടായത്. ആറ്റത്തിൽ നിന്നാണ് പിന്നീട് കൂടുതലുള്ള എല്ലാ പദാർത്ഥങ്ങളും ഉണ്ടായത്. ശാസ്ത്രമാറ്റം എന്ന് പറയുന്നത് തന്നെയാണ് പരബ്രഹ്മമെന്ന് ആത്മീയതയിൽ പറയുന്നത്. രണ്ടും ഒന്നാണ്. ശാസ്ത്രവും ആത്മീയതയും ഒന്നാണ്. ആത്മീയത പ്രപഞ്ചത്തിന് നിദാനമായ ശക്തിയെക്കുറിച്ചുള്ള പഠനമാണ്, അത് മാത്രം. ശാസ്ത്രഘടനയെക്കുറിച്ചുള്ള പഠനമാണ് ഇതിൽ വരുന്നത്. ഇതിനോട് ഒപ്പം തന്നെ ശാസ്ത്രരംഗത്തുള്ള ഇതുവരെയുള്ള വികാസങ്ങൾ, എല്ലാ വികാസങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. കാരണം നൈനാറിനെ പോലുള്ളൊരു സാധാരണക്കാരൻ ഇത്രത്തോളമൊക്കെ ചിന്തിച്ച് ഇത്രത്തോളമൊക്കെ എഴുതി എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനല്ല. പക്ഷേ ശാസ്ത്രത്തെ വളരെ ലളിതമായി പ്രതിപാദിക്കാനും അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൃതികൾ പാരായണക്ഷമതയുള്ളതാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ അവതരണം നടത്താം. അതായത് പ്രപഞ്ചത്തിന് നിദാനമായ ശക്തികൾ എന്നതുപോലെ തന്നെ ശാസ്ത്രവും ആത്മീയതയെ ഒന്നിക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് കർമ്മഫലം ആരായാലും അനുഭവിക്കുമെന്ന് പറയും. അയോധ്യയിലെ രാജാവ് ദശരഥ മഹാരാജാവ് തെറ്റിദ്ധാരണയുടെ പേരിൽ വെള്ളമെടുക്കാൻ ആനയാണെന്ന് കരുതി അമ്പെയ്തു. അതിന് മുനികുമാരൻ്റെ മാറിൽ തറച്ചതുമായി മരിച്ചു. മുനികുമാരൻ ക്ഷമിച്ചു. പക്ഷെ അന്തരായ ആ മുനികുമാരൻ്റെ അച്ഛനമ്മമാര് പറഞ്ഞു, പുത്രദുഃഖം കൊണ്ട് തന്നെ നിങ്ങളും മരിക്കും. ദശരഥ മഹാരാജാവിനും ശ്രീരാമനെ കാട്ടിലയച്ചതിൻ്റെ പേരിൽ ദുഃഖിച്ചു മരിക്കണം. അപ്പം രാജാവായാലും പ്രജയായാലും കർമ്മഫലം ആരായാലും അനുഭവിക്കുമെന്ന് ആത്മീയതയിൽ പറയുമ്പോൾ ശാസ്ത്രം പറയുന്നു, ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ് ആക്ഷൻ എന്ന് പറയും. എല്ലാ പ്രവൃത്തിക്കും അതിൻ്റെ ഒരു പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കുന്നു. അതുപോലെ നമ്മുടെ ശാസ്ത്രത്തിൻ്റെ ഇതിൽ ഞാൻ സാധാരണ വിജയിപ്പിക്കാരാണെന്ന് പറയുന്നത്. പക്ഷെ വിജയിപ്പിക്കാരാണ് പറയുന്നതെങ്കിലും അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് അന്വേഷണവും ഗവേഷണവും നടത്തേണ്ടതാണ്. ഒരു മാംസകഷ്ണം പലതായി കണ്ടിച്ചൊരു ഭരണയിലിട്ട് ഏതോ രാസദ്രവ്യവും ഒഴിച്ചു അതിൽ നിന്ന് കൗരവന്മാരുണ്ടായെന്ന് പറയും. അത് അന്ധവിശ്വാസമാണ്. പക്ഷേ ഡാർലി എന്ന ആട്ടുകുട്ടി ഉണ്ടാക്കിയതും ഇത് കണക്ക് 3-4 മാംസകഷ്ണങ്ങൾ ഇട്ട് ലക്ഷണിച്ച് ഉപയോഗിച്ചാണ് അതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഈയിടെ മാതൃഭൂമിയിൽ വന്ന ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇന്ത്യക്ക് അങ്ങനെ പാരമ്പര്യമായ ശാസ്ത്ര സമ്പത്തൊന്നുമില്ല. ഇവിടെ നയനാർ മുഹമ്മദ് തിരിച്ചാണ് പറയുന്നത്, ഇന്ത്യക്ക് പരമ്പരാഗതമായ ശാസ്ത്ര സമ്പത്തുണ്ട് എന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. അതിനൊരു ഉദാഹരണമായി ആയുർവേദത്തെക്കുറിച്ചും അത് അന്ധവിശ്വാസങ്ങളിൽ ജടിലമാണെന്ന് മാതൃഭൂമിയിൽ എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ കണ്ടു. പക്ഷേ ആയുർവേദം മനുഷ്യൻ്റെ ആരോഗ്യ സംബന്ധമായ ശാസ്ത്രമാണ്. സുശ്രുതനെ പോലെ സർജറിയിലെ മിടുക്കന്മാരായിട്ടുള്ള ആളുകളുണ്ട്. ചെവലിനെ പോലുള്ള മഹർഷിയെ പോലുള്ള ആളുകൾ വളരെ ഇതായിട്ടുള്ള മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. അതുപോലെ തന്നെ ആര്യഭടൻ ഭൂമി സൂര്യനെ വലയം വയ്ക്കുന്നു, അതുകൊണ്ടാണ് ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നതെന്ന് 498 ആര്യഭടൻ കണ്ടെത്തി. പക്ഷേ അത് കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് 1500 ഗലീലിയാണ് കോപ്പർനിക്കസുമാണ് ഭൂമി ഉരുണ്ടതാണ്, അത് സൂര്യനെ ചുറ്റുന്നതെന്ന് കണ്ടുപിടിച്ചതെന്ന് ഇന്നും നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നു. യഥാർത്ഥ സത്യം, യഥാർത്ഥ ശാസ്ത്രം നമ്മളിവിടെ മറച്ചു പിടിക്കുന്നു. അങ്ങനെ മഹത്തായ ഒരു പാരമ്പര്യം ശാസ്ത്രരംഗത്ത് നമുക്കുണ്ട് എന്ന് ഈ കൃതി കാണിക്കുകയാണ്. ഇനി അടുത്ത കൃതിയിലേക്ക് ഞാൻ കിടക്കാം. കാലാന്തരം എന്നുള്ളത് ഒരു നാടകമാണ്. അദ്ദേഹത്തിൻ്റെ തട്ടകം എന്ന് പറയുന്നത് നാടകമാണ്. പ്രവാസിയാകുന്നതിന് മുമ്പ് അന്ന് ഏത് ഗ്രാമങ്ങളിലെ വായനശാലകളാണ് സർവകലാശാലകൾ. അദ്ദേഹം വായനശാല പ്രവർത്തകനായിരുന്നു. നാടകങ്ങളുണ്ടായിരുന്നു, ഗാനങ്ങളിൽ ഇരിക്കുമായിരുന്നു, നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു. ആ ഒരു പാരമ്പര്യം
ഗൾഫ് നാടുകളിൽ ചെന്നപ്പോഴും അദ്ദേഹം കാണിച്ചു. അവിടെ ഒരു നാടകം എഴുതി എന്ന് മാത്രമല്ല അത് അവതരിപ്പിക്കുകയും കൂടി ചെയ്യുക. രംഗവേദിയെക്കുറിച്ച് അറിയാവുന്ന ഒരു നാടകകൃത്താണ് അദ്ദേഹം. എനിക്ക് ഏറ്റവും അതിശയമായിട്ട് തോന്നുന്നത് ഇന്ന് നാടക ഗ്രന്ഥങ്ങൾ വളരെ ശുഷ്കമായേ വരുന്നുള്ളൂ. വന്നാൽ തന്നെ അതൊന്നും വിറ്റഴിക്കുന്നതുമില്ല. പിന്നെ നാടകങ്ങൾ അവതരിപ്പിക്കാൻ പഴയതുപോലെ വായനശാലകളും അവിടുത്തെ സംഘടനകളും ഇന്നില്ല. എന്നിട്ടും നാടകത്തെക്കുറിച്ചൊരു ഗ്രന്ഥം എഴുതി സ്വന്തം ചെലവിൽ പ്രസിദ്ധീകരിച്ചത് നാടകത്തിനോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ്. ഒരു കാലത്ത് നമ്മുടെ ഏതാണ്ട് 5000-ഓളം ആളുകളുടെ ഉപജീവന മാർഗമായിരുന്നു നാടകം. രാഷ്ട്രീയ പാർട്ടികളുടെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് നിദാനമായത് നാടകമായിരുന്നു. തോപ്പിൽ വാസിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി തുടങ്ങിയിട്ടുള്ള നാടകങ്ങളായിരുന്നു. അതിനുമൊക്കെ കൊണ്ട് ഇതിൻ്റെ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് അദ്ദേഹം ഇതിൽ എഴുതിയിട്ടുണ്ട്. ആമുഖത്തിൽ അതിൻ്റെ അവതാരികയിൽ അത് എഴുതിയിട്ടുണ്ട്. നാടകം ആദ്യം ഉണ്ടായത് റോമിലാണ്, പിന്നെ ഗ്രീസിലായി, പിന്നെ പാശ്ചാത്യ നാടുകളിലായി, പിന്നെ ഷേക്സ്പിയർ നാടകങ്ങളായി. നമുക്കും ശാകുന്തളവും കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളവും അതുപോലെ തന്നെ മത്സ്യകലകവും തുടങ്ങിയിട്ടുള്ള അഗ്നിവർണ്ണൻ്റെ കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള സംസ്കൃത നാടകങ്ങളുണ്ടായിരുന്നു. പിന്നെ തമിഴ് സംഗീത നാടകം. അതിൻ്റെ ചുവട് പിടിച്ചു വന്ന് നമ്മൾ പിന്നീട് തനതായ ഒരു നാടകവേദിയിലേക്ക് മാറിയത് തോമസിൻ്റെയും C.N. ശ്രീകണ്ഠൻ നായരുടെയും പ്രൊഫസർ കൃഷ്ണപിള്ളയുടെയും ഒക്കെ കാലഘട്ടത്തിൽ ഒന്നാണ് തനതായ മലയാള നാടകവേദി. ഒരു കാലത്ത് അമച്ചൂർ നാടകവേദി ഇവിടെ തിരുവനന്തപുരത്ത് പ്രശസ്തമായിരുന്നു. വായനശാല കേശവപിള്ളയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും വിക്രമൻ നായരും C.K. ലിലിയും ഒക്കെ അഭിനയിക്കുക. ഇന്ന് നാടകങ്ങളില്ല. സൂര്യ കൃഷ്ണമൂർത്തി സംഗീത നാടക അക്കാദമി ആയിരുന്നപ്പോൾ എല്ലാ സ്ഥലത്തും 20 രൂപ ടിക്കറ്റിൽ ഒരു നാടകം നടത്തി. അന്ന് നാടകത്തിനൊരു ഉണർവുണ്ടായി. ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലയാണ്. 500 പരം അമച്വർ അതുപോലെ തന്നെ പ്രൊഫഷണൽ നാടകവേദികളുണ്ടായിരുന്ന ഇന്ന് 200 പരമായി കുറഞ്ഞിരിക്കുന്നു. കലാനിലയം കൃഷ്ണൻ നായരുടെ കുറച്ച് പേർക്ക് ഉപജീവനായിരുന്നു, അതും ഇന്നില്ലാതായി. അങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലയെ പുനരുജ്ജീവിപ്പിക്കാനായി ഒരു നാടകം രംഗവേദിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഒരു നാടകം അദ്ദേഹം എഴുതി എന്നതാണ് മറ്റൊരു സവിശേഷത. നാടക സാഹിത്യത്തിന് ഇതൊരു മുതൽക്കൂട്ടാണ്. നൈനാർ മുഹമ്മദ് ഇനിയും ചിന്തിക്കണം, ഇനിയും വായിക്കണം. ആ ചിന്തയിലൂടെ പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തണം. മതത്തെക്കുറിച്ചാണ് അദ്ദേഹം, എല്ലാ മതങ്ങളെക്കുറിച്ചും അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ഹിന്ദു മതത്തെയും ഇസ്ലാം മതത്തെയും കുറിച്ചും. ഇസ്ലാം മതത്തിൽ പറഞ്ഞിട്ടുണ്ട്, ജനനം മുതൽ മരണം വരെയുള്ള പ്രക്രിയയാണ് വിദ്യാഭ്യാസം. അത് അദ്ദേഹം അർത്ഥവാക്യമായി എടുത്തിരിക്കുകയാണ്. ഇന്നും വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കും. ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ രചിച്ച് നമ്മുടെ ശ്രേഷ്ഠ ഭാഷയെ സമ്പന്നമാക്കാൻ നൈനാർ മുഹമ്മദിന് കഴിയട്ടെ എന്ന ആശംസയോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.